കേരളത്തെ പറ്റി അറിയാത്ത ഒരാൾ, കേരള സംസ്കാരത്തെ പറ്റി അറിയാത്ത ഒരാൾ, കേരളത്തിൽ ജീവിക്കാത്ത ഒരാൾ ഏതോ ഒരു നാലാംകിട തീട്ട പേപ്പറിൽ വന്ന വാർത്ത കണ്ട് കേരളത്തെ പറ്റി മോശമായ ഒരു സിനിമ എടുക്കുന്നു. അതിന്റെ പേര് കേരള സ്റ്റോറി. കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ ഇരുന്നും കിടന്നും തൂറിയും ജീവിക്കുന്ന സംഘികൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. സ്വന്തം ഭാര്യ മറ്റൊരാളുമായി അവിഹിത ബന്ധം സ്ഥാപിച്ചത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ. എന്തൊരു വിരോധാഭാസം! കേരള സ്റ്റോറിയിൽ പറയുന്ന ഒരു കേസ് പോലും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള സത്യം നഗ്നമാണ്. കേരളത്തിൽ ജീവിക്കാത്ത ഏതോ നാറികൾ ഇതുപോലെയുള്ള പ്രൊപ്പഗണ്ടകൾ ഉണ്ടാക്കി ഇങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ ഇതുപോലെയുള്ള നാറിയ മനുഷ്യർ അതിനെ പിന്താങ്ങുന്നു. വളരെ ഖേദകരമാണ്. പൃഥ്വിരാജ് എന്ന സിനിമാ നടൻ സ്വന്തം ശരീരത്തെ സിനിമാശാലയിൽ പണയം വെച്ചുകൊണ്ട് ലോകത്ത് ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സിനിമയിലൂടെ കാണിച്ചു തന്ന പൃഥ്വിരാജിനിരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. ഒരു സിനിമാ സംവിധായകനായിട്ടും ഇയാൾ ആനമാനങ്ങൾ മോഹിച്ചുകൊണ്ട് ഒരു നല്ല സിനിമയെ തള്ളിപ്പറഞ്ഞത് ശരിയായില്ല. മിസ്റ്റർ മേജർ രവി, മോശമാണ്, വളരെ മോശം. ഡിഫീറ്റ് ദ ഗവൺമെന്റ് ദാറ്റ് പ്രൊമോട്ടസ് കമ്മ്യൂണലിസം ഇൻ ദ കൺട്രി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, ഫോളോവിംഗ്, സബ്സ്ക്രൈബ് ചെയ്യുക.